ടീച്ചറെ ഇത് നോക്ക്, ഇവൻ പറയണണ്ട. ഇവൻ ലവ് ലെറ്റർ എന്തോ പരിപാടിയുണ്ട് ഇവൻ. അയ്യോ ടീച്ചറെ സോറി വലിക്കുന്നു. എന്ത് വലിക്കുന്നു? ഇവന്റെ വായിസ് കേട്ടല്ലേ ഇരിക്കുന്നേ. ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പി ഡി സാറന്മാരുടെ കംബാക്ക് വീഡിയോ പ്രതീക്ഷിച്ച് വന്നവരോടാണ് ഈ പറയുന്നത്. ടൈം ആയിട്ടില്ല, അവർക്ക് കുറച്ചുകൂടെ ടൈം കൊടുക്കുക. അവർ റിവഞ്ചൊക്കെ എടുത്തോന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ എടുത്തോന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ RP ആണ്. മേ ബി നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇനി തൊട്ട് NGRPയിൽ സ്കൂൾ RP കാണുന്നതായിരിക്കും. IG-യിൽ കുറച്ച് ടീച്ചേഴ്സിനെയും സാറന്മാരെയും കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല, എങ്കിൽ പോലും കിട്ടിയിരിക്കുന്ന അറിവുകൾ അങ്ങനെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, PDയോട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഹെയ്റ്റും എനിക്കില്ല. ചില PDs അത് പേഴ്സണൽ ആയിട്ട് എടുക്കുന്നുണ്ട്. എടാ അങ്ങനെ കാണാതെ എല്ലാവരും ഫണ്ണായിട്ട് കാണും, RP ആയിട്ട് തന്നെ കളിച്ചു തരും. ഇനിയിപ്പോൾ ഞാൻ ലൂസാവുന്ന RP ആണെങ്കിൽ പോലും ഞാനത് വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. ഓക്കെ നമുക്ക് സ്കൂൾ RPയിലോട്ട് പോകാം. ചാക്കോ മാഷാണ് ഞങ്ങളുടെ സാർ, വയലറ്റ് ആണ് ഞങ്ങളുടെ മിസ്. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇത് കിഡിലൊരു RP ആണ്. ചാറ്റൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു ചാകും. ഇതിനിടയ്ക്ക് ക്ലാസ്സിലോട്ട് പാത്രം കൊണ്ടുവരുന്നവനും കൂടെ ഉള്ളവനെ പിറ്റുന്നവനും ഹോംവർക്ക് എഴുതാതെ ബാക്ക് ബെഞ്ചേഴ്സും ക്ലാസ്സിലൊരു ഉളുപ്പോ ഇല്ലാതെ ഉറങ്ങുന്നവനും ക്ലാസ്സിലെ പഠിപ്പ് മെയിനായിട്ടുള്ളവനും മിസ്സിനെ വായ നോക്കുന്നവന്മാരും മിസ്സിനെ കണ്ടപ്പോൾ തന്നെ ക്രഷടിച്ചവനും ക്ലാസ് കട്ട് ചെയ്യാൻ നോക്കുന്ന കുൻഫു മാസ്റ്ററും കഞ്ചാവും ഉഴപ്പന്മാരും കുട്ടികളുടെ പേടി സ്വപ്നമായ ചാക്കോ മാഷും എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടുണ്ട് ക്ലാസ്. ആദ്യമേ തന്നെ ഈശ്വര പ്രാർത്ഥനയൊന്നുമില്ല, അറ്റൻഡൻസ് എടുത്ത് അങ്ങ് തുടങ്ങുക. ഞാൻ എല്ലാവരുടെയും പേര് വിളിക്കുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കൈ പൊക്കി പ്രസന്റ് പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരും പോയി അവിടെ നിൽക്കുക. മിസ് അവിടെ പോയി നിൽക്കാവോ? എന്നിട്ട് കറക്റ്റ് അറ്റൻഡൻസ് കറക്റ്റ് എടുക്കണം കേട്ടോ. മൈക്കിൾ മിക്ക് പ്രസന്റ് ആണോ? മൈക്കിൾ മിക്ക്, ഹലോ മൈക്കിൾ മിക്ക് അവിടെ ഉണ്ടോ? ഓക്കെ പ്രസന്റ് ഇരുന്നോളൂ. കുട്ടി അവിടെ ഇരുന്നോളൂ. അപ്പു അവിടെ ഇരുന്നു. വാസുദേവൻ പ്രസന്റ് ആണോ? വാസുദേവനുണ്ടോ ഈ കൊടുത്തി? പേരെന്താന്ന്? വാസുദേവൻ. അയ്യോ, അത് ഞാൻ മറന്നുപോയി. അംഗവൈകല്യമുള്ള കുട്ടിയാണ്, ഞാൻ മനസ്സിലാക്കാൻ മറന്നുപോയി. മിസ് ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരണ്ടോ മിസ്? നമുക്ക് അറിയില്ലായിരുന്നു. ഈ ചെവി കേൾക്കാത്ത കുട്ടികളെയൊക്കെ പിടിച്ച് നമ്മുടെ ക്ലാസ്സിൽ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ മിസ്? കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആംഗ്യ ഭാഷ കണക്ക് പഠിപ്പിക്കണമെന്ന് ആലോചിക്കുന്നു. അപ്പുക്കുട്ടൻ എവിടെ ഉണ്ടോ? അപ്പുക്കുട്ടൻ, ഇത് അപ്പുക്കുട്ടനാണ്. ഓക്കെ. മോൻ നന്നായിട്ടൊന്ന് പഠിക്കണം കേട്ടോ. മോൻ നല്ല രീതിയിൽ ഉഴപ്പാണ്. മോൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോഴത്തേക്കും മോൻ കറക്റ്റ് കാര്യങ്ങൾ പഠിക്കുന്നില്ല, വീട്ടിൽ വന്ന് ഭയങ്കര ഉഴപ്പാണ്. അങ്ങനെയൊക്കെ കുറേ പരാതികൾ നമുക്ക് വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മോനെ ഇവിടെ നമ്മൾ പഠിപ്പിക്കാനാണ് വരുന്നത്, ബാക്കിൽ പോയിരുന്ന് അലമ്പാൻ പാടില്ല. ഓക്കെ, മോൻ ഇനി മുതൽ ഫ്രണ്ടിലിരുന്നാൽ മതി. ഓക്കെ, മോൻ അവിടെ ഇരുന്നു. ഇതാരാ പേര് പറഞ്ഞു? മോനെ തൊപ്പിക്കുട്ട. എടാ തൊപ്പിക്കുട്ട, ഹലോ. ലല്ലു. ഓക്കെ. എസ്രാ ലല്ലു. മിസ്സേ എസ്രാ ലല്ലു കേട്ടോ പേര്. ബാക്കി ഇരുന്നാ ലവ് ലെറ്റർ കൊടുക്കുന്ന എന്ത് പരിപാടി കാണിക്കുന്നേ? പറ മിസ്സേ. പറ. വലിക്കുന്നു. എന്ത് വലിക്കുന്നു? ഇവന്റെ വായിസ് കേട്ടല്ലേ ഇരിക്കുന്നേ. എടാ ക്ലാസ്സിൽ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്ന പക്ഷെ ഇവനെ റൂമിലോട്ട് കൊണ്ടേക്ക്. ഇവനെ മറ്റേ പ്രിൻസിപ്പലിന്റെ റൂമിലോട്ട് കൊണ്ടേക്ക്. പോടാ. ഇതാരിത്? ഈ തല റിബൺ കെട്ടിയ പയ്യന്റെ പേരെന്നെ അപ്പുക്കുട്ടനാ? അപ്പുക്കുട്ടനല്ലേ ഫ്രണ്ട് ചെയ്തേ? ടീച്ചറെ ഇത് നോക്ക്, ഇവൻ പറയണണ്ട. ഇവൻ ലവ് ലെറ്റർ എന്തോ പരിപാടിയുണ്ട് ഇവൻ. അയ്യോ ടീച്ചറെ സോറി. എന്നോട് പറയുന്നത്
എന്നോട് പറയുന്നത് കുട്ടി എനിക്ക് കുട്ടിയോട് ഐ ലവ് യു, അച്ഛനോട് പറയില്ലേ, അത് എന്നോട്. എടാ മോനെ, ലവ് ലെറ്റർ എങ്കിലും നേരെ കൊടുക്കാൻ പഠിക്കടാ. സാറ് ഗോൾഡ് എനിക്ക് മിച്ചർ തന്നേ, എന്നിട്ട് എന്നെ ഇവിടെ പിടിച്ചിരിക്കണേ. തപ്പി നോക്കിട്ട് മിച്ചർ കിട്ടാടെ എടുത്തോ. ഞാൻ കഴിക്കാറില്ല ഇങ്ങനെ ക്ലാസ് ഇരുന്നിട്ട്. കണ്ട കച്ചറ പിള്ളേരൊക്കെ എന്റെ പേര് പറയും. മാന്യമായിരുന്നു മാസം എന്താന്ന് പഠിക്കുക. ഞാനാ ശ്രദ്ധിച്ചിട്ടുള്ള ക്ലാസ്. ഇപ്പൊ പാത്രം പുറത്തെടുത്ത് കഴിഞ്ഞാൽ കുമ്മോന്ന് അവൻ അടിച്ചു കയറ്റും. എനിക്കാണ് സ്പെഷ്യലൊക്കെ ഉള്ളത്. പച്ചച്ചോറ് പോലും തരൂല. 1x1 എന്നാ? അല്ല 1x1 എത്രയാ? അപ്പു എഴുന്നേറ്റ് പറയൂ. 2x2 എത്രയാ? 22 എടാ മോനെ, ചാക്കോ മാഷിന്റെ അടുത്ത് വേണ്ട കേട്ട കളി. സാർ ഞാൻ കറക്റ്റ് പറഞ്ഞില്ലേ, ഇനി ഞാനവിടെ പോയിരിക്കട്ടെ. ആ ശ്രദ്ധ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിരുന്നു കുട്ടി, അവിടെ പോയിരുന്നോളൂ. അതാത് സീറ്റുകളിൽ പോയിരിക്കുക. അല്ല 4 എനിക്ക് തീറ്റ തന്നെ, ഞാൻ ഇവിടെ ശരിയാണല്ലോ. നീ എന്നെയും കൂടി തെറ്റിക്കണ്ടോ? അവിടെ പോയി മുട്ടാൻ നിൽക്കടി. ഓക്കെ, അടുത്ത ചോദ്യം ലല്ലുവിലേക്കാണ്. 10x10 എത്രയാ? 10x10. ഓ കറക്റ്റ് ആൻസർ മോനെ. നീ ഫ്രണ്ട് വന്നിരുന്നു. നീ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഓക്കെ, തലേ തൊപ്പിയിട്ട ഈ മോനെ മിക്കെന്നല്ല പേര്. ഓക്കെ, മൈക്കിൾ മിക്ക്. ഓക്കെ മോനെ, 10x5 എത്രയാണ്? ഓക്കെ മോന് കണക്കിന്റെ എന്തേലും അറിയാവോ? എന്തേലും അറിയാവുന്ന ഒന്ന് പറയാവോ? മോൻ 1 മുതൽ 100 വരെ ഒന്നുണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. മതി മോനെ, മതി. മോൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോ മാഷിനെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ആ ബാക്ക് ബെഞ്ചിൽ ഒരു പുക വിട്ട ഒരു പയ്യൻ ഇപ്പൊ ഉണ്ടല്ലോ, അവന്റെ പേരെന്നെ? ചീപ്പ് നമ്പറായിട്ട് വന്നേക്കണം. ഇത്രയൊന്നുമല്ല, മൈക്ക് ബക്കടിച്ച് കുറേ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഒരു RP കളിക്കുന്നതിനേക്കാളും നമ്മൾ ശരിക്കും ഒരു സ്കൂളിലിരുന്ന് എങ്ങനെയാണോ അതാണ് ഞങ്ങൾക്ക് ആ ടൈമിൽ ഫീൽ ചെയ്തത്. ഒഫീഷ്യലി ക്ലാസ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ലോലനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എല്ലാ സാറ്റർഡേ നൈറ്റ് കാണുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഇന്നൊരു കാര്യം, എൻ്റെ YT വീഡിയോ കണ്ട് ഐജിൽ വന്ന് മെറ്റ അടിക്കാൻ നിൽക്കല്ലേ. പീഡിയോടാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഡിക്രൂസിനോട്.